മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലം ഒരു പ്രാവചനികമായി ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ, ഇസ്രായേൽ രാജ്യത്തോടുള്ള ബന്ധത്തിലുള്ള ഒരു പ്രവചനമാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. എന്നാൽ ഇത് നമ്മോടുള്ള ബന്ധത്തിൽ എപ്രകാരമാണ് എന്ന് പുതിയ നിയമ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ വായിക്കുന്നത് 1-ാമത്തെ വാക്യം, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു, അവൻ എന്നെ അവയുടെ ഇടയിൽ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഇന്നത്തെ പ്രസന്റ് സിറ്റുവേഷൻ നാം കണക്കിലെടുത്ത് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കി നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ ഈ താഴ്വരയുടെ നടുവിൽ കൊണ്ടു നിർത്തി നമ്മോട് പറയുകയാണ്, നീ ഒന്ന് ചുറ്റി നടന്നൊന്ന് നോക്കിയാട്ടെ. ദൈവവേദിയിൽ നീ താമസിക്കുന്ന സ്ഥലത്തിൽ, ദേശത്തിൽ, ഡിസ്ട്രിക്റ്റിൽ, നമ്മുടെ പ്രിയപ്പെട്ടവർ പാർക്കുന്ന ഏതു രാജ്യത്തിലായാലും അവിടെയെല്ലാം നമുക്ക് ഒന്ന് ആത്മാവിൽ ചുറ്റി നോക്കിയാൽ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ഒരു സാഹചര്യമല്ലേ നാം കാണുന്നത്. ഇവിടെ എസെക്കിയേലിനെ കൊണ്ടുവന്ന് നിർത്തി താൻ ചുറ്റി ചുറ്റി നടന്നു നോക്കി. തൻ്റെ നിരീക്ഷണത്തിൽ താൻ കണ്ട കാര്യം ഇങ്ങനെയാണ്, അവിടെ മുഴുവനും താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അടുത്തത് താൻ പറയുന്നു, അത് ഏറ്റവും ഉണങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ യാതൊരു കാരണവശാലും യാതൊരു പ്രതീക്ഷയുമില്ലാത്ത നിലയിൽ അത് ഉണങ്ങിയിരിക്കുന്ന അനുഭവമാണ് അവിടെ കണ്ടത്. അതിൻ്റെ 3-ാം വാക്യത്തിൽ ദൈവം യെഹെസ്കേലിനോട് ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇവിടെ യെഹെസ്കേൽ പ്രവാചകൻ പറയുകയാണ്, ദൈവമേ, എനിക്കറിഞ്ഞുകൂടാ, നീ അറിയുന്നു. വായിക്കുന്ന ഇങ്ങനെയാണ്, അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് പറഞ്ഞു. അതേ സത്യമാണ്. ഈ സാഹചര്യത്തിന് മാറ്റം വരുമോ? ഡോക്ടർമാർക്ക് അറിഞ്ഞുകൂടാ, സയന്റിസ്റ്റിന് അറിഞ്ഞുകൂടാ, ഭരണകർത്താക്കൾക്ക് അറിഞ്ഞുകൂടാ, നേതാക്കന്മാർക്ക് അറിഞ്ഞുകൂടാ, രാഷ്ട്രീയ പ്രവർത്തകർക്ക് അറിഞ്ഞുകൂടാ, വലിയ വലിയ പദവിയിലിരിക്കുന്നവർക്ക്, ഉദ്യോഗസ്ഥർക്ക് അറിഞ്ഞുകൂടാ. ഈ സാഹചര്യത്തിൽ ഒരു മാറ്റം വരുമോ? എന്നാൽ യെസെക്കിയാവ് പറഞ്ഞതുപോലെ നമുക്കും പറയുവാൻ കഴിയട്ടെ, കർത്താവേ, നീ അറിയുന്നു. യെസ്, ദൈവം അറിയുന്നു. തലയിലെ ഒരു മുടി താഴെ വീഴണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പിതാവ്, സ്വർഗീയ പിതാവ് അറിയാതെ സംഭവിക്കുന്നില്ല. ദൈവമക്കളോടുള്ള ബന്ധത്തിൽ നമുക്ക് ശുഭാപ്തി വിശ്വാസം തരുന്ന വാക്യങ്ങൾ, വാഗ്ദത്തങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം, അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അത് തിന്മയ്ക്കുള്ള നിരൂപണങ്ങളല്ല, അത് നന്മയ്ക്ക് തന്നെയുള്ള നിരൂപണങ്ങളാണ്. അതെ, എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലിനെ കുറിച്ച്, അവന്റെ തലമുറയെക്കുറിച്ച് കർത്താവിന്റെ നിരൂപണങ്ങൾ അത് തിന്മയ്ക്കല്ല, നന്മയ്ക്ക് തന്നെയുള്ള നിരൂപണങ്ങളാണ്. സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലെങ്കിലും ദൈവം അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ. വീണ്ടും നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ വഴികളേക്കാൾ എൻ്റെ വഴികളും, നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ എൻ്റെ വിചാരങ്ങളും ഉന്നതമാണ്, ഉയർന്നതാണ്. ഞാൻ വിചാരിക്കുന്നത് പോലെയല്ല എൻ്റെ ദൈവം എന്നെ കുറിച്ച് വിചാരിക്കുന്നത്. ഞാൻ തെരഞ്ഞെടുക്കുന്ന വഴികളെ പോലെയല്ല എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന വഴികൾ. അത് ഉന്നതമാണ്, അത് ശ്രേഷ്ഠമാണ്, അത് ഉയർന്ന വഴികളാണ്. ദൈവം കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇവിടെ ഈ 37-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 11-ാമത്തെ വാക്യം നാം എടുത്ത് വായിക്കുമ്പോൾ ഈ അസ്ഥികൾ എന്ന് പറഞ്ഞ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ
ഇസ്രായേൽ ഗ്രഹമൊക്കെയുമാകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നുവെന്ന് അവർ പറയുന്നു. ഹല്ലേലൂയ. ഈ പ്രാവചനികമായി താഴ്വരയിൽ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികൾ സത്യത്തിൽ ആരാണ്? ഇവിടെ വായിക്കുന്നു, അത് ഇസ്രായേൽ ഗ്രഹമൊക്കെയാണ്. അവർ പറയുകയാണ്, അവരുടെ ഹൃദയത്തിലെ വിചാരങ്ങളാണിത്. ഞങ്ങൾ എന്തായിരിക്കുന്നു? ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, പ്രത്യാശയ്ക്ക് ഇനി വകയില്ല, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞു പോയിരിക്കുന്നു, എങ്ങോട്ട് നോക്കിയാലും യാതൊരു പ്രത്യാശയ്ക്കും വകയില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്നെ വിടുവിക്കുവാൻ, നിന്റെ പ്രത്യാശ അതേ ശുഭഭാവി നിനക്ക് നൽകുവാൻ, ദൈവത്തിന്റെ വിചാരങ്ങളും വഴികളും അനുസരിച്ച് വരും ദിവസങ്ങളിൽ നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവകരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കണം. അടുത്ത ഭാഗത്തേക്ക് ഞാൻ കടന്നു വരികയാണ്. ഉണങ്ങിപ്പോകാനുള്ള സാഹചര്യം എന്താ? പലപ്പോഴും ഉണങ്ങുവാനുള്ള കാരണം ആത്മീയമായി ശുഷ്കിച്ചിരിക്കുന്ന അനുഭവം. എന്താണ് കാരണം? ഞാനും നിങ്ങളും ശുഷ്കിച്ചിരിക്കുന്നുവോ ആത്മീയത്തിൽ എന്ന് എങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും? ഭൗതിക നിലവാരത്തിലും ആത്മീയ നിലവാരത്തിലും രണ്ടും ഒരുമിച്ച് നമുക്ക് ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ ഇടയാക്കട്ടെ. ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവ വൈതലിനെ സംബന്ധിച്ചിടത്തോളം പത്രോസ് ശ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് നാം വളരണം. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. പത്രോസ് ശ്ലീഹ പറയുന്നു, വളരേണ്ടതിനൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ക്രിസ്തു എന്ന തലയോളം വളരണം. എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് ഇപ്പോഴും പാലാണ് വേണ്ടത്, കട്ടിയുള്ള ആഹാരം കഴിക്കേണ്ട പ്രായം കഴിഞ്ഞു, എങ്കിലും അതേ ശിശുവിനെ പോലെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ പാല് കുടിക്കേണ്ട ഒരു പ്രായമുണ്ട്, കട്ടിയായിട്ടുള്ള ദൈവവചനം അഭ്യസിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ആത്മീയ ജീവിതത്തിന് അത് ആവശ്യമാണ്. എന്നാൽ ഇന്ന് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. വചനം വായിക്കുവാൻ, വചനം ഗ്രഹിക്കുവാൻ, വചനം ധ്യാനിക്കുവാൻ ദൈവവൈതലേ നിനക്ക് ഈ ദിവസങ്ങളിൽ കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ നീ ശുഷ്കിച്ചിരിക്കുകയാണ്, ഉണങ്ങിയിരിക്കുകയാണ്. ആത്മീയമായി ശുഷ്കിച്ച അനുഭവം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. അടുത്ത ഒരു കാര്യമാണ്, അത് പാപം ഒരു സാരമല്ല എന്നുള്ള ചിന്ത. ഇന്ന് അനേകർക്കും പാപത്തിന്റെ ഡെഫിനിഷൻ ആകെ മാറിയിരിക്കുകയാണ്. പാപം ഒരു വിഷയമല്ല, പാപം ഒരു വിഷയമല്ലാത്ത ഒരു ചിന്ത അനേകരുടെ ഹൃദയത്തിൽ കടന്നിരിക്കുക. അഡൾട്ടറി, വ്യഭിചാരം, അതിനൊരു ചെല്ലപ്പേരിട്ട് ഇപ്പോൾ ആളുകൾ പറയുന്ന ഒരു പേരുണ്ട്, അഫയർ. ഒരു അഫയർ ആണുള്ളത്. അത് അഡൾട്ടറി ആയിട്ട്, വ്യഭിചാരമായിട്ട് പറയാതെ വളരെ ലഘൂകരിച്ച് പറയുകയാണ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവം തെറ്റെന്ന് പറഞ്ഞത് മനുഷ്യൻ എത്ര ന്യായീകരിച്ചാലും അത് പാപമല്ലാതെ ഇരിക്കുകയില്ല, അത് പാപം തന്നെയാണ്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നത് സൂക്ഷ്മത്തോടുകൂടി നാം ജീവിക്കേണ്ട ഒരു കാലയളവാണിത്. വളരെ സൂക്ഷ്മതയോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം. നമ്മുടെ ദൃഷ്ടി, മനസ്സ്, ശരീരം ഒക്കെയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഇവിടെ വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ നമുക്കെല്ലാം വറീസ, നാളെക്കുറിച്ചുള്ള ചിന്തയാ, ഭാവിയോർത്തുള്ള ചിന്തയാ. പലതരത്തിലുള്ള വറീസ് നമ്മെ മൂടിക്കൊണ്ടിരിക്കുകയാ. എന്തേ? വറീസ് എന്ന് പറയുന്നത് ഒരു സിന്നാണ്. കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലുള്ള അവിശ്വാസമാണ് നിന്നെ ചിന്താകുലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആകയാൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അടുത്തത് ആരാധനയോട് താല്പര്യമില്ലായ്മ. വർഷിപ്പുണ്ട്, ബൈബിൾ ക്ലാസ് ഉണ്ട്, ആരാധനയുണ്ട്, പക്ഷെ അതിൽ സംബന്ധിപ്പാൻ ഒരു ഉത്സാഹമില്ല. അതെന്തിനെയാ കാണിക്കുന്നതെന്നറിയാമോ? നിന്റെ ആത്മീയത്തിലുള്ള ക്ഷീണത്തെയാ കാണിക്കുന്നതാ. അങ്ങനെയാ പ്രിയപ്പെട്ടവർ ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്നുവെങ്കിൽ
ദൈവസന്നിധിയിലേക്ക് ഒരു സമർപ്പണത്തോടെ കടന്നു വരണം. എൻ്റെ ജീവിതത്തിൽ ഈ പ്രകാരമുള്ള അനുഭവങ്ങളിൽ ഞാൻ കടന്നു പോകുന്നു, എന്നെ അതിൽ നിന്ന് വിടുവിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് സമർപ്പിക്കണം. നീ ഉണങ്ങിയിരിക്കുന്ന, ആത്മീയത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന ഈ അനുഭവത്തിൽ നിന്ന് ദൈവമേ എന്നെ വിടുവിക്കണമേ, എന്നെ രക്ഷിക്കണമേ, ഞാൻ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു എന്ന് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കണം. ഇവിടെ 2 കൊരിന്ത്യർ 2:11 വാക്യം പൗലോസ്ലീഹ പറയുന്നു, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സാത്താൻ പ്രതിയോഗിയായ പിശാച ആരെ വിഴുങ്ങേണ്ടമെന്ന് പറഞ്ഞ് ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാ. ആരെ നശിപ്പിക്കണം, ആരെ ദൈവകൃപയിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകണം. അവൻ തോൽപ്പിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. നിന്നെ ക്ഷീണിപ്പിക്കുവാൻ, മനസ്സ് മടുപ്പിക്കുവാൻ, നാളെക്കുറിച്ചുള്ള ചിന്തകളിട്ട് നിന്നെ ക്ഷീണിപ്പിക്കുവാൻ, വറീസ് കൊണ്ടിട്ട് ദൈവത്തോട്, ദൈവിക വാഗ്ദത്തങ്ങളോട് വിശ്വാസം കുറച്ച് ആത്മീയത്തിൽ നിന്നെ ക്ഷീണിപ്പിച്ച് പിന്മാറ്റുവാൻ പിശാചന്റെ തന്ത്രങ്ങളുമായി കടന്നു വരികയാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊള്ളണം, സ്വർഗം എന്ന് പറയുന്നത് തോറ്റവർക്ക് പോകാനുള്ള സ്ഥലമല്ല. സ്വർഗം ജയാളികൾക്കുള്ളതാണ്. പ്രതിഫലം ജയിച്ചവർക്കുള്ളതാണ്. തോറ്റവർക്ക് അവിടെ പ്രവേശനമില്ല. ആകയാൽ നാം ജയാളികളാകണം, ജയിക്കുന്നവരാകണം. സാത്താന്റെ തന്ത്രങ്ങളെ ജയിക്കുന്നവരാകണം, പരീക്ഷകളെ ജയിക്കുന്നവരാകണം, പരിശോധനകളെ ജയിക്കുന്നവരാകണം. ആത്മീയത്തിൽ ക്ഷീണിച്ചു പോയാൽ, ഉണങ്ങിയ അനുഭവത്തിലൂടെ ആഴ്ന്ന് ജീവിക്കുന്നതെങ്കിൽ നാം ക്ഷീണിച്ചു പോകുവാൻ, നാം തോറ്റുപോകുവാൻ ഇടയുണ്ട്. പിശാചിന്റെ തന്ത്രം പൗലോസ്ലീഹ പറയുന്നു, അലറുന്ന സിംഹം പോലെ. ആരെ അതെ ഹിന്ദിയിൽ വായിക്കുമ്പോൾ കിസ്കോ ഭാഡ്ഖായെ എന്ന് പറഞ്ഞ വലിച്ചു കീറി തിന്നാൻ എന്നാണ് അതിന്റെ അർത്ഥം. വലിച്ചു കീറി തിന്നാൻ ഇങ്ങനെ തക്കം പാർത്തിരിക്കുകയാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും ആനിമൽ പ്ലാനറ്റ് മുതലായ ആ TV ചാനലുകളിൽ സിംഹവും അതുപോലുള്ള ശക്തന്മാരായ മൃഗങ്ങൾ മറ്റു മൃഗങ്ങളെ വേട്ടയാടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൂട്ടമായി വരുന്ന കാട്ടുപോത്തിന്റെ, ബഫലോസിന്റെ സംഘം കൂട്ടമായി വരികയാണ്. ഈ സിംഹങ്ങൾ ദൂരെ ഇരുന്ന് വീക്ഷിക്കും. ഇതിൽ ബലഹീനനായതാരാണ്, ബലമില്ലാത്തതാരാണ്? അതിനെ ആ കൂട്ടത്തിൽ നിന്നും അത് ഓടിച്ച് ഒറ്റയ്ക്കാക്കി കൂട്ടമായി ചേർന്ന് അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അതിനെ കൊന്നു തിന്നുന്ന അത് നാം കണ്ടിട്ടില്ലേ? ആത്മീയത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന ദൈവവൈതലേ, നിന്നെ പിശാച് വളരെ വേഗത്തിൽ അറ്റാക്ക് ചെയ്യുവാൻ സാധ്യതയുണ്ട്. നീ അവന്റെ കെണിയിൽ പെട്ട് നശിച്ചു പോകുവാൻ ഇടയുണ്ട്. നീ പരാജയപ്പെട്ടു പോകുവാൻ വളരെ സാധ്യതയാണ്. ഇന്ന് ദൈവസന്നിധിയിലേക്ക്, അതെ, അതുകൊണ്ട് ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. എഫെസ്യ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നു, നാം ശക്തിയുള്ളവരായിരിക്കണം, നാം ബലം ധരിച്ചവരായിരിക്കണം, നാം ശത്രുവിനെ നേരിടുന്നവരായിരിക്കണം. ക്ഷീണിച്ച് ബലഹീനനായിരുന്നാൽ നമുക്ക് ജയം ലഭിക്കുകയില്ല. നമ്മുടെ അവസ്ഥകളെ നാം ശോധന ചെയ്യണം. ആത്മീയമായി ഒരു പുഷ്ടി നമുക്ക് പ്രാപിക്കണം. ബാല്യക്കാർ തളർന്നു പോകും, യൗവനക്കാർ ക്ഷീണിച്ചു പോകും. എന്നാൽ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. വീണ്ടും വായിക്കുന്നു, കാലാളുകളോട് കൂടെ നീ ഓടി ക്ഷീണിച്ചു പോയാൽ നീ കുതിരകളോടുകൂടെ എങ്ങനെ ഓടും? മത്സരിച്ചോടും. യോർദാന്റെ വൻകാട്ടിൽ നീ നിർഭയനായിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നീ അതേ മുന്നോട്ടുള്ള നിന്റെ ജീവിതത്തെ എങ്ങനെ നേരിടും? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ദൈവവൈതലേ, ഈ ശബ്ദം കേൾക്കുന്ന, വചനം കേൾക്കുന്ന ദൈവവൈതലേ, സ്വയം ഒന്ന് ശോധന ചെയ്ത് ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്ന് പലർക്കും ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വാസമില്ലാതിരിക്കുകയാണ്. ദൈവത്തിന്റെ പ്രോമിസസിലൊന്നും, വലിയ വചനത്തിലും വലിയ വിശ്വാസമില്ല. ഞാൻ ഇങ്ങനെ ഒരു സംഭവ കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ സൺഡേ സ്കൂളിന് പോയ ഒരു ചെറിയ കുട്ടി, ഒരു 10 വയസ്സ് കാണും. അവൻ സൺഡേ സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മാതാവ് ചോദിച്ചു, മകനെ, ഇന്ന് ടീച്ചർ എന്താ പഠിപ്പിച്ചത്?
ആരുടെ സ്റ്റോറിയാണ് ഇന്ന് നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചത്? അപ്പോൾ അവൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. മോശയെ കുറിച്ചാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? മോശ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ച, ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ കൊണ്ടുപോകുന്ന കഥയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മോൻ അതൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഉവ്വ, അമ്മ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. എങ്ങനെയാ കുഞ്ഞു പറഞ്ഞതെന്നറിയാമോ? ഹല്ലേലൂയ. ആ മോശ റേഡിയോയിൽ കൂടെ, കുഞ്ഞു പറഞ്ഞ കാര്യമാ, 10 വയസ്സുള്ള ചെറുക്കൻ പറഞ്ഞതാ. മോശ റേഡിയോയിൽ കൂടെ മിസ്രൈമിലുള്ള ഇസ്രായേൽ ജനത്തെ എല്ലാവർക്കും അറിവ് കൊടുത്തു. ഇന്ന് രാത്രിയിൽ അത് നമുക്ക് മിസ്രൈം വിട്ടു പോകണം. അതിനൊരു സിഗ്നൽ ലൈറ്റ് ലേസർ രശ്മി പോലെ ഇങ്ങനെ ആകാശത്തേക്ക് ചുറ്റിയടിക്കും. അപ്പോൾ നിങ്ങൾ അത് വിട്ടിട്ട് പോരണം. അങ്ങനെ ചെയ്ത് അവരെല്ലാവരും വലിയ വലിയ മിലിറ്ററി ട്രക്കിലും ടാങ്കിലും ഒക്കെ കയറി അവർ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് അവര് ചെങ്കടലിന്റെ റെഡ് സീയുടെ കരയിലെത്തി. അക്കരയ്ക്ക് പോകുവാൻ അവരൊരു പാലം പെട്ടെന്നുണ്ടാക്കി. ആ പാലത്തിന്റെ പേര് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതിന് പട്ടാളക്കാർ പെട്ടെന്നുണ്ടാക്കുന്ന ഒരു ടെമ്പററി ബ്രിഡ്ജസ് ഉണ്ട്, ബ്രിഡ്ജ്. ആ ബ്രിഡ്ജ് ഉണ്ടാക്കി ഇവരെല്ലാവരും അക്കരെ കടന്നു. അത് കഴിഞ്ഞപ്പോഴാണ് മിസ്രൈമിലെ ഫറവോനും സൈന്യവും ഈ ബ്രിഡ്ജിൽ കൂടെ കയറി പിടിക്കാനായിട്ട് വന്നപ്പോൾ മോശ ബ്ലാസ്റ്റ് ചെയ്തു. ആ ബ്രിഡ്ജ് അങ്ങ് ബ്ലാസ്റ്റ് ചെയ്തു. അവർ പോകുന്ന വഴിക്ക് അവർ ബോംബ് വെച്ചിട്ടാ പോയത്. ബ്രിഡ്ജിലെല്ലാം ദേ ജസ്റ്റ് ബ്ലാസ്റ്റഡ് ദാറ്റ് വൺ. അവരെല്ലാം ചെങ്കടലിൽ മുങ്ങിപ്പോയി. എന്ന് ആ ചെറുക്കൻ, ആ കൊച്ചൻ ഇങ്ങനെ അമ്മയോട് പറഞ്ഞു. അമ്മ ഇങ്ങനെ നോക്കി അതിശയിച്ചിരുന്നു. എന്നിട്ട് അവനോട് ചോദിച്ചു, മോനെ, വാസ്തവമായും ഇങ്ങനെ തന്നെയാണോ ആ ടീച്ചർ നിന്നൊക്കെ സ്റ്റോറി പറഞ്ഞു തന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ അമ്മേ, അവര് പറഞ്ഞു തന്നത് കേട്ടാൽ അമ്മ പോലും വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന നിലയിൽ അതങ്ങ് പറഞ്ഞു തന്നതാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഇന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും അതുപോലെ ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവരുടേതായ രീതിയിൽ അത് സ്റ്റോറി വ്യത്യസ്തപ്പെടുത്തി അവർ ഈ കാലഘട്ടത്തിനനുസരിച്ച് അത് മെനഞ്ഞെടുക്കുകയാണ്. എന്നാൽ ദൈവവൈതലേ, വേദപുസ്തകത്തിലെ ദൈവം അന്നും ഇന്നും എന്നും, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഹല്ലേലൂയ. അവൻ ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതങ്ങളെ ചെയ്തവൻ ഇന്നും ചെയ്യുവാൻ ശക്തനാണ്. ദൈവിക വാഗ്ദത്തങ്ങളിലും വചനത്തിലും വിശ്വസിക്കുവാൻ കഴിയാതിരിക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെയും യൗവനക്കാരുടെയും കുഞ്ഞുങ്ങളുടെയും മധ്യത്തിൽ, മാതാപിതാക്കളെ, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. വാസ്തവമായും ഈ ദൈവത്തെക്കുറിച്ച്, ദൈവിക വാഗ്ദത്തങ്ങളെ കുറിച്ച്, അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, ശക്തിയേറിയ അവന്റെ കരത്തിന്റെ വല്ലഭത്വത്തെ കുറിച്ച് നാം നമ്മുടെ തലമുറയെ പഠിപ്പിക്കണം. വിശ്വാസത്തിൽ അവർ ക്ഷീണിച്ചു പോകരുത്. നീ ക്ഷീണിച്ചു പോയാൽ എങ്ങനെ നിന്റെ തലമുറയെ നീ ഹല്ലേലൂയ ബലപ്പെടുത്തിക്കൊണ്ടുവരും? ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ആത്മീയത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന അനുഭവത്തിൽ നാം ആകരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ വായിച്ചിരിക്കുന്നത് ഇവര് അസ്ഥികൂടമായിട്ട് കിടക്കുകയാ. ജീവനില്ല, ഒരു ഫോർമായിട്ട് അവർ വന്നിട്ടില്ല. വെറും അസ്ഥികൂടം. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണമേ. ഏദനിലേക്ക് നമുക്കൊന്ന് പോകാം. ദൈവത്തിന്റെ തന്റെ വിരലുകൾ കൊണ്ട് ആദമിനെ അതേ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു. ഏദനിൽ കിടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അവന് ജീവനില്ല, ശ്വാസം ഇല്ല, ജീവനില്ലാത്ത ഒരു രൂപം ഏദനിൽ കിടക്കുകയാണ്. അസ്ഥികൂടമായിട്ട് താഴ്വരയിൽ കിടന്നാൽ, ആദമേ, നിനക്ക് ജീവനില്ലാതെ വെറുമൊരു രൂപമായി ഏദനിൽ കിടന്നാൽ, ദൈവം നിനക്ക് വേണ്ടി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഏദനിലെ അനുഗ്രഹങ്ങളെ നിനക്ക് കാണുവാനോ നിനക്ക് അനുഭവിക്കാനോ കഴിയുകയില്ല. ഇന്ന് അനേക ദൈവമക്കൾക്കും പറ്റിയിരിക്കുന്ന കാര്യം ഇതാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അബ്രഹാമിലൂടെ അതേ സകലവിധമായ അവകാശങ്ങൾക്കും നാം ഓഹരിക്കാരായി തീർന്നിരിക്കുകയാണ്. എന്നാൽ അത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവൻ വേണം. ഇല്ല എങ്കിൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ദൈവം സൃഷ്ടിച്ചതൊന്നും അനുഭവിപ്പാൻ കഴിയുകയില്ല. ഇവിടെ ആദമിന്റെ മൂക്കിൽ ജീവശ്വാസം മുതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ജീവനുള്ള ദേഹിയായി തീർന്നപ്പോഴാണ്
അവൻ ഏദനിലെ ശ്രേഷ്ഠമേറിയ അനുഭവങ്ങളെ കാണുവാനും ശ്രേഷ്ഠമേറിയ അനുഭവങ്ങളെ അനുഭവിക്കാനും അവന് സാധിച്ചത്. സ്വർഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും കരുതി വെച്ചിരിക്കുന്ന ഭൗതികവും ശാരീരികവും ആത്മീയവുമായ നന്മകളെ നമുക്ക് കാണുകയും അനുഭവിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവൻ നമ്മിലൂടെ ദൈവം ആഗ്രഹിക്കുന്നു. നാം ജീവനുള്ളവരായി തീരണം. സർദിസിലെ സഭ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം സർദിസിലെ സഭയോട് പറയുന്നു, നിനക്ക് ജീവനുള്ളവൻ എന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഇന്ന് അനേക വിശ്വാസികളുടെയും ജീവിതം എടുത്താൽ ജീവനുള്ളവനെന്ന് ലോകരുടെ മുൻപിൽ പേരുണ്ടെങ്കിലും ദൈവം നോക്കുമ്പോൾ മരിച്ച അവസ്ഥയില. അതുകൊണ്ടാണ് ദൈവിക വാഗ്ദത്വങ്ങളിൽ വിശ്വാസം കുറഞ്ഞ് അതിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ കഴിയാതെ നാം ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവൻ ഉണ്ടാകണമെങ്കിൽ എന്താ വേണ്ടത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ കാണാതറിയാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആരെ കുറിച്ചാ പറഞ്ഞത്? വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കർത്താവായ യേശു ക്രിസ്തുവിൽ നിനക്കുള്ള നിത്യജീവൻ അടങ്ങിയിട്ടുണ്ട്. നിന്റെ ജീവൻ, നിന്റെ ആത്മാവിനെ ജീവിപ്പിക്കുന്ന, അകത്ത മനുഷ്യനെ ജീവിപ്പിക്കുന്ന ആ ജീവൻ യേശു ക്രിസ്തുവിലുണ്ട്. അത് നീ പ്രാപിക്കാത്തിടത്തോളം കാലം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകളെ അനുഭവിക്കുവാനോ കാണുവാനോ കഴിയുകയില്ല. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 11-12 വാക്യങ്ങൾ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. ആ ജീവൻ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിലുണ്ട് എന്ന് നാം അറിയുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ദൈവവൈതലേ, നിന്റെ ഉള്ളിൽ, നിന്റെ അകത്ത മനുഷ്യൻ പുതിയ ഒരു ജീവൻ പ്രാപിച്ച ആത്മീയമായ ഒരു കാഴ്ചപ്പാടോടുകൂടി അത് ആ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഇപ്പോൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കുകയാണ്. ആത്മീയ കാഴ്ചപ്പാടോടുകൂടി ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കത്തക്ക നിലയിൽ താഴ്വരയിൽ മുടിഞ്ഞു കിടക്കുകയല്ല, താഴ്വരയിൽ ജീവനുള്ളവനായി എഴുന്നേറ്റ് നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് നടക്കുകയാണ്. ഞാൻ സമയം മുന്നോട്ട് പോകുന്നതുകൊണ്ട് പെട്ടെന്ന് കടന്നു പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ജഡ്ജസിന്റെ പുസ്തകം, ന്യായാധിപന്മാരുടെ പുസ്തകം, അതിന്റെ 1-ാം അധ്യായം 7-ാമത്തെ വാക്യം മുതൽ അതിന്റെ മുകളിലുള്ള വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ അദോനിബേസക് എന്ന് പറഞ്ഞ ഒരു രാജാവിനെ നമുക്ക് കാണുവാൻ കഴിയും. അദോനിബേസക്, ബേസക്കിലെ രാജാവാ. അവനെ ആക്രമിച്ച് കീഴടപ്പാൻ ആര് പോകണമെന്ന് ആലോചന ചോദിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, യഹൂദ പോകട്ടെ. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി എന്നാണ്. ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല. എന്നാൽ അദോനിബേസക്കിനെ കുറിച്ചൊരു വിശേഷണം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അവൻ 70 രാജാക്കന്മാരെ തോൽപ്പിച്ച അവരുടെ കയ്യിലെയും കാലിലെയും പെരുവിരലുകളെ മുറിച്ചു കളഞ്ഞു. തന്റെ മേശക്കടിയിൽ നിന്ന് പിറക്കി തിന്നാൻ വേണ്ടി അവരെ വിട്ടിരുന്നു. ദൈവബലിയിൽ നിന്നും അദോനിബേസക്ക് പിശാചിനെയാണ് കാണിക്കുന്നത്. പിശാചിന്റെ കാര്യപരിപാടി അഥവാ അവന്റെ പദ്ധതി എന്താണെന്ന് വെച്ചാൽ, ദൈവമക്കളായ ഭക്തന്മാരായ ദൈവമക്കളെ അവരെ നശിപ്പിച്ച്, അവരെ പരാജയപ്പെടുത്തി, അവരുടെ പെരുവിരലുകൾ, കയ്യിലെയും കാലിലെയും പെരുവിരലുകളെ മുറിച്ചു കളഞ്ഞ അദോനിബേസക് എന്ന പിശാചിന്റെ മേശക്കടിയിൽ നിന്ന് അവൻ ഇട്ടുതരുന്നത് മാത്രം പിറക്കിയെടുത്ത് കഴിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇന്ന് ആത്മീയ ഗോളം. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കണം. ആത്മീയത്തിൽ പെരുവിരല്, കൈയുടെ പെരുവിരല്, കാലിന്റെ പെരുവിരല്, ഇതില്ലാതെ നമുക്ക് ബാലൻസ് ചെയ്യുവാൻ കഴിയുകയില്ല. ഒരു വാളെടുത്ത് വെട്ടുവാൻ, യുദ്ധം ചെയ്യുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ കയ്യിൽ തള്ളവിരല് വേണം, തമ്പ് വേണം. തമ്പില്ലാത്തവന് വാള് പിടിക്കാൻ പറ്റത്തില്ല. ഇന്ന് അനേക വിശ്വാസികളും വചനമെന്ന വാളെടുത്ത് യുദ്ധം ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ അവരെ നശിപ്പിച്ച മേശക്കടിയിൽ നിന്ന് ഭക്ഷിപ്പിക്കുന്ന, പിറക്കിയെടുത്ത് ഭക്ഷിപ്പിക്കുന്ന ഒരു പദ്ധതി പിശാച് ഒരുക്കിയിരിക്കുകയാണ്. നമ്മുടെ അവസ്ഥ എന്താണ്? ഇന്ന്
ഞാൻ യുദ്ധം ചെയ്യുവാൻ, അതായത് നല്ല യുദ്ധസേവ ചെയ്യാമെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിമോത്തിയോസിനോട് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. നല്ല യുദ്ധസേവ ചെയ്യണം. യുദ്ധം ചെയ്യണമെങ്കിൽ വാള് കയ്യിൽ പിടിക്കണം. പിശാചിനോട് എതിരിടുവാൻ വചനമെന്ന വാളെടുത്ത് യുദ്ധം ചെയ്യണം. ഇസ്രായേൽ ജനം പറയുകയാണ്, അവരേറ്റവും ക്ഷീണിച്ചിരുന്നു, ഏറ്റവും അവർ ക്ഷീണിച്ചിരുന്നു, ഞങ്ങൾ മുടിഞ്ഞു പോയിരിക്കുന്നുവെന്നാണ് അവർ പറയുന്നത്. അടുത്ത വാക്യം ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ എന്റെ 4-ാം വാക്യത്തിൽ അവൻ എന്നോട് കൽപ്പിച്ച ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. പ്രവചിച്ച് പറയേണ്ടത് യഹോവയുടെ വചനം കേൾപ്പിൻ. ഇന്നത്തെ പ്രവാചകന്മാർ പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. നിന്നെ വാലല്ല തലയാക്കും, നിന്നെ മഞ്ഞ് ഉരുകുന്ന സ്ഥലത്തേക്ക് അയക്കും, മറ്റു പലതും ഭൗതികമായ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ വാഗ്ദാനം ചെയ്യുകയാണ്. എന്നാൽ യെഹെസ്കേലിനോട് പറഞ്ഞത് യഹോവയുടെ വചനം കേൾപ്പിക്കുക. ഈ കിടക്കുന്നവനോട് പറയേണ്ടത് ദൈവത്തിന്റെ വചനം കേൾക്ക. വചനം കേട്ടാൽ നിന്റെ ക്ഷീണം മാറുവാനിടയായിത്തീരും, വിശ്വാസം വർദ്ധിപ്പാനിടയായിത്തീരും, ദൈവകൃപ വീണ്ടും പ്രാപിപ്പാനിടയായിത്തീരും. വചനം, അതെ, യഹോവയുടെ വചനം കേൾപ്പീൻ. 7-ാമത്തെ വാക്യം, ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു, ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി, അസ്ഥിയോട് ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞതും കണ്ട്, എന്നാൽ അവരിൽ ശ്വാസമില്ലായിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം ആയിരിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ രൂപാന്തരമുണ്ടാകും. ദൈവവചനത്തിനകത്ത് ശക്തിയുണ്ട്. എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാർ പറയുന്നത് നമുക്കറിയാം. യേശു തിരുവചനത്തിൽ നിന്ന് സത്യങ്ങളെ പൊരുൾ തിരിച്ച് അവരോട് അറിയിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവർ പറഞ്ഞത് ഇതാണ്, നോക്കൂ, അവൻ നമ്മളോട് തിരുവെഴുത്തുകളെ കുറിച്ച് തെളിയിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലേ? ദൈവവചനത്തിന്റെ മുഴക്കം, അതെ, ആ മുഴക്കത്തിൽ ചില രൂപാന്തരം ഉണ്ടാകുകയാണ്, ചില വിടുതൽ അവിടെ സംഭവിക്കുകയാണ്. ക്ഷീണിച്ചിരിക്കുന്ന ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികൾ ജീവൻ വെക്കുകയാണ്. ഉണങ്ങിയിരിക്കുന്ന വിശ്വാസി, ക്ഷീണിച്ചിരിക്കുന്ന വിശ്വാസിയെ പ്രവചനം കേൾക്കുമ്പോഴല്ല, ദൈവവചനം കേൾക്കുമ്പോൾ നിനക്ക് രൂപാന്തരമുണ്ടാകും. ദൈവവചനത്തിന്റെ സത്യങ്ങളെ ഗ്രഹിക്കുമ്പോൾ നിന്നിൽ നഷ്ടപ്പെട്ടു പോയ ജീവൻ നിനക്ക് തിരിച്ചു കിട്ടും. നിന്റെ ജീവിതത്തിലെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുവാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് യെഹെസ്കേൽ പ്രവാചകനോട് യഹോവയായ ദൈവം പറഞ്ഞത്, നീ ഹല്ലേലൂയ യഹോവയുടെ വചനം നീ അവരോട് പ്രവചിക്ക. ഹല്ലേലൂയ, പ്രവചിച്ച് ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് വ്യാപരിക്കട്ടെ. കേൾക്കുന്ന ജനത്തിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ വചനത്തിലൂടെയുള്ള രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. അവന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് നമ്മുടെ ക്ഷീണമെല്ലാം മാറിപ്പോകട്ടെ. അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുന്നു. അവർക്ക് ശ്വാസമില്ലായിരുന്നു. ഉടനെ വീണ്ടും പ്രവചിക്കാൻ പറഞ്ഞു. അതിന്റെ 9-ാമത്തെ വാക്യം, കാറ്റിനോട് പ്രവചിക്കാം. 4 ദിക്കിൽ നിന്നും കാറ്റ് അവരുടെ മേൽ അടിച്ചപ്പോൾ അവർ ഒരു സൈന്യമായി എഴുന്നേറ്റ് നിന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ് അത് കാണിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ശിംശോനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശിംശോൻ നാസീർ വ്രതക്കാരനാണ്. വലിയ ശക്തി അവനുണ്ട്. ആർക്കും അവനെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഫെലിസ്തീർ വന്ന് തന്റെ സഹോദരന്മാരായ ഇസ്രായേലിയരോട് പറഞ്ഞത്, നിങ്ങൾ അവനെ പിടിച്ചു കെട്ടി ഞങ്ങളെ ഒന്ന് ഏൽപ്പിക്കാം. അവർ പുതിയ കയറ് കൊണ്ടുവന്ന് അവനെ കെട്ടി. എന്നിട്ട് അവനെ കൊണ്ടുവന്ന് ലേഹിയിൽ കെട്ടപ്പെട്ടവനായ ശിംശോനെ കണ്ടപ്പോൾ ഫെലിസ്ത്യർ ആർത്തു. ഈ കെട്ട്, നിനക്കെതിരായി കെട്ടിയിരിക്കുന്ന കെട്ട് അന്യജാതിക്കാരൻ കെട്ടിയ കെട്ടല്ല, നിന്റെ സ്വന്തക്കാര് തന്നെ കെട്ടിയ കെട്ടുകളായിരിക്കാം. എന്നാൽ ദൈവപൈതലേ, അവിടെ ഒരു കാര്യം നടന്നത് എന്താണെന്നറിയാമോ? ഫെലിസ്ത്യൻ ആർത്തപ്പോൾ അഭിഷിക്തന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവന്റെ കെട്ട് ഹല്ലേലൂയ കയ്യിൽ നിന്ന് കരിഞ്ഞുപോയി. ഓ പ്രൈസ് ദി ലോർഡ്.
ഇന്ന് ദൈവ പൈതലേ, നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വരുമ്പോൾ നിനക്ക് ആ മുൻപിലുള്ള സകല ബന്ധനങ്ങളും കരിഞ്ഞു മാറുകയാണ്, അഴിഞ്ഞു മാറുകയാണ്. ഒരു ശക്തിക്കും അതിനു മുൻപിൽ നിൽപ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് അവിടെ വായിക്കുന്നു, അവിടെ കണ്ട ഒരു പച്ച താടിയെല്ലെടുത്ത കുന്നൊന്ന് കുന്ന് രണ്ട് എന്ന് പറഞ്ഞ അവിടെ ഫിലിസ്ത്യരെ വകവരുത്തി. അത് കഴിഞ്ഞിട്ട് അവൻ നിലവിളിക്കുന്ന ഒരു നിലവിളിയുണ്ട്. ഈ അഗ്രചർമ്മികളുടെ കയ്യാൽ ഞാൻ നശിക്കണമോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവൻ അവിടെ ഒരു നീരുറവ് തുറന്നു കൊടുത്തു. അവൻ അതിൽ നിന്ന് കോരി കുടിച്ച് അവൻ ശക്തി പ്രാപിച്ചു. ചില കാര്യങ്ങൾ, ചില പുതിയ കാര്യങ്ങൾ ദൈവവൈതലേ നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ. ചുറ്റുപാടുകളെ നോക്കി ഭയപ്പെട്ടിരിക്കേണ്ട. ദൈവത്തിന്റെ ശക്തിയാൽ നിറയപ്പെട്ടവനായി അഭിഷേകത്തോടെ മുന്നോട്ട് പോകുന്ന ദൈവവൈതലേ, നിനക്ക് വേണ്ടി ചില പുതിയ നീരുറവുകളെ തുറക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ ഒന്ന് സ്തുതിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചുറ്റുപാടുകളെ നോക്കി ഭാരപ്പെട്ടിരിക്കുന്ന ദൈവപൈതലേ, നിന്റെ ജീവിതത്തിലെ ഉണങ്ങിയ അവസ്ഥകളെ കണ്ടുണർന്ന അതിൽ ദൈവത്തിന്റെ ആ വചനപ്രകാരമുള്ള രൂപാന്തരം പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ടവരായി ശത്രുവിനെ എതിർപ്പാൻ വേണ്ട എല്ലാ ജ്ഞാനവും പരിജ്ഞാനവും തന്ന ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ചില നീരുറവുകളെ, ചില അത്ഭുതങ്ങളെ, ചില അനുഗ്രഹങ്ങളെ നിന്റെ മുൻപിൽ തുറന്നു തരുന്ന ദൈവ സാന്നിധ്യമാണ്. ഈ താഴ്വരയിൽ അവരേറ്റവും ഉണങ്ങി, അവർ മുടിഞ്ഞു പോയിരിക്കുന്നുവെന്ന് പറഞ്ഞ് ആയിരുന്ന ഇസ്രായേൽ ഗ്രഹത്തെ ഒരു സൈന്യം പോലെ എഴുന്നേറ്റ് നിർത്തിപ്പിച്ച ദൈവത്തിന്റെ അതിലെ മാറ്റമില്ലാത്ത കൃപയാണ് ഇപ്പോൾ വ്യാപരിക്കുന്നത്. ഇന്നും അവരൊരു സൈന്യമായി നിൽക്കുന്നു. അവരെ തോൽപ്പിക്കുവാൻ ഒരു ശക്തിക്കും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന യുദ്ധങ്ങളിൽ അവർ ജയിച്ചു. അവരെ കീഴടക്കാൻ ആർക്കും കഴിഞ്ഞില്ല. കാരണം അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തിയത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരമാണെങ്കിൽ, പുതിയ നിയമ ഇസ്രായേലേ, നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ നിന്നെ തോൽപ്പിക്കുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ, നിന്നെ വിഴുങ്ങിക്കളയുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. കാരണം ആ ദൈവ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. ആകയാൽ നമ്മുടെ ആ ശുഷ്കിച്ച, ആ ജീർണിച്ച, ആ ഉണങ്ങിയ അനുഭവങ്ങളെയൊക്കെ മാറ്റിവെച്ച ദൈവത്തിന്റെ ശക്തിയിൽ ബലപ്പെട്ട, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ട കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി, ദൈവവചനത്തോടും ദൈവത്തോടും നമുക്ക് ആഗ്രഹവും പ്രീതിയുള്ളവരായി, സ്നേഹമുള്ളവരായി, ദൈവവേലയിൽ വർദ്ധിച്ചു വരുന്നവരായി ഈ ദിവസങ്ങളിൽ നമുക്കായിരിക്കാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. അതിനായി നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക്